ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബാത്തിങ് പൗഡർ, അതേപോലെ തന്നെ നമുക്ക് ഫേസ് വാഷ് ആയിട്ടെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പൗഡറിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇത് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങളുടെ മുഖത്തും ശരീരത്തിലുള്ള കറുത്ത പാട്, കരിവാളിപ്പ്, മുഖക്കുരു വന്ന പാടുകൾ എല്ലാം പോകാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല തിളക്കമുള്ള ചർമ്മത്തിനും സഹായിക്കുന്ന ഒരു അടിപൊളി പൗഡറാണിത്. എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാന്നുള്ളത് നമുക്ക് ഫുൾ വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കടലപ്പൊടിയാണ് കേട്ടോ. നിങ്ങളുടെ അടുത്ത് കടലപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ, അതായത് കടലമാവ് ഇല്ലയെന്നുണ്ടെങ്കിൽ ആ കടല എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്താലും മതി. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചെറുപയർ പൊടിയാണ്. ചെറുപയർ പൊടിയും അതേപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് പൊടിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് അതും ഒന്ന് പൊടിച്ചെടുത്താൽ ആ ഒരു പൗഡർ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചന്ദനപ്പൊടിയാണ് കേട്ടോ. ചന്ദനപ്പൊടി ഓൺലൈനിലെല്ലാം അവൈലബിൾ ആയിട്ടാണ്. എല്ലാ ഓൺലൈൻ ഷോപ്പിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് ഈ ചന്ദൻ പൗഡർ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ മെഡിക്കൽ ഷോപ്പിലും ഉണ്ടാവും. പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കോഫിയാണ്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളടുത്ത് ബ്രൂ കോഫി ഉണ്ടെങ്കിൽ ബ്രൂ കോഫി എടുക്കുന്നതാണ് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്രൂ കോഫിയാണ്. ഇതെല്ലാം നിങ്ങൾ ഓരോ ടീസ്പൂൺ വീതം എടുക്കുക കേട്ടോ. ഇതിൽ ആഡ് ചെയ്ത എല്ലാ സാധനവും സെയിം അളവിൽ തന്നെ എടുക്കുക. പിന്നെ വേണ്ടത് നമുക്ക് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി മാത്രം കുറച്ച് കുറവെടുത്താൽ മതി. അതായത് അര സ്പൂൺ എടുത്താൽ മതി മഞ്ഞൾപ്പൊടി. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളടുത്ത് കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അതും വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഒരിക്കലും നിങ്ങൾ കറികളിൽ യൂസ് ചെയ്യുന്ന ആ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഈ പൊടികളെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഒരു എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ചിട്ട് നമുക്ക് ബാത്റൂമിൽ വെക്കാം. പക്ഷേ നിങ്ങൾ ഇത് എടുക്കുന്നേരം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂണ് എപ്പോഴും ഡ്രൈ ആയിരിക്കണം. ഒട്ടും തന്നെ ഈർപ്പം ഈ ഒരു പൊടിയിലേക്ക് കയറാൻ പാടില്ല. ഇത് ഒരു 10-20 ദിവസം നിങ്ങൾക്ക് ഈ ഒരൊറ്റ പൊടി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങളെന്നും ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് സാധാരണ സോപ്പോ ഫേസ് വാഷോ ഉപയോഗിക്കുന്നതിന് പകരം ഈ ഒരു പൊടി യൂസ് ചെയ്യാനാണെങ്കിൽ വളരെ ഞെട്ടിക്കുന്ന ഒരു മാറ്റം തന്നെ നിങ്ങളുടെ മുഖത്ത് വരുന്നതായിരിക്കും. അതായത് മുഖം നല്ല ക്ലീൻ ആവാനും അതേപോലെ തന്നെ നല്ല നിറവും തിളക്കവും വരാനും പാടുകളില്ലാത്ത ചർമ്മത്തിനും സോഫ്റ്റായ ചർമ്മത്തിനും എല്ലാം സഹായിക്കുന്ന ഒരു പൊടിയാണിത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും പറയണം. പിന്നെ നിങ്ങൾ ഇത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടിയും ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് കമൻറ്റും കൂടി അറിയിക്കുക. അപ്പോൾ ഞാനിത് പറഞ്ഞതുപോലെ ഇതിനി എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു പൊടിയിൽ നിങ്ങൾക്ക് തൈരോ പാലോ എടുക്കാം. തൈരോ പാലോ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഒരു ഫേസ് പാക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുത്തതിന് ശേഷം ശരീരം മുഴുവനും നിങ്ങൾക്ക് തേച്ചിട്ട് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കുളിക്കാം കേട്ടോ. ഇനി ഫേസിലാണെങ്കിൽ ഫേസിൽ ജസ്റ്റ് കൈകളിലെടുത്തിട്ട് ഒരു തൈരോ പാലോ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മുഖത്തേക്ക് തേച്ചിട്ട് കഴുകിക്കളഞ്ഞാൽ മാത്രം മതി. അപ്പോൾ ഫേസിൽ തേക്കുമ്പോൾ ഒരു 2 മിനിറ്റ് വെറുതെ ജസ്റ്റ് ഒന്ന് മസാജ് കൊടുക്കുക. എന്നിട്ട് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയുക. ഇനി ബോഡിയിലാണെങ്കിൽ കുളിക്കുന്നതിൻ്റെ മുന്നേ ഒന്ന് ബോഡി കംപ്ലീറ്റ് തേച്ചതിന് ശേഷം ബോഡിയിൽ തേക്കുന്ന നേരം നിങ്ങൾക്ക് ഈ തൈരും പാലും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ വെള്ളത്തിൽ കഴുകി തേച്ചാലും മതി കേട്ടോ. ബോഡിയിൽ ഒരു 10 മിനിറ്റെങ്കിലും വെച്ചതിന് ശേഷം കുളിക്കുക. സോപ്പ് ഉപയോഗിക്കാണ്ട് വേണം കുളിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ സോപ്പ് ഉപയോഗിക്കാണ്ടത് ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾ ഈ ഒരു പൊടി നിങ്ങൾ ബോഡിയിലേക്ക് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് സോപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് കഴുകി കളഞ്ഞതിന് ശേഷം ഈ പൊടി ഉപയോഗിക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് കഴുകിക്കളഞ്ഞാൽ മതി. ഈ പൊടി ഉപയോഗിച്ചതിന് ശേഷം സോപ്പ് ഉപയോഗിക്കരുത് എന്നാട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.